നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നീതി പാണ്ഡവ പക്ഷത്താണെന്ന് തോന്നിയിട്ടും നിരവധി മഹാരഥന്മാർ കൗരവ പക്ഷത്ത് നിലകൊണ്ടു. അത് ചുമതലാബോധം കൊണ്ടാണ്. കൃഷ്ണൻ പാണ്ഡവ പക്ഷത്തായിരുന്നിട്ടും യാദവപട കൗരവർക്കായി പോരാടി. അവരുടെ നിയോഗം അതായിരുന്നു. ഇത്തരത്തിൽ ലൗകിക ജീവിതത്തിൽ ചില നിയോഗങ്ങൾ നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നു. അതിനാൽ എന്ത് കർമ്മമാണോ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അത് ഭംഗിയായി ചെയ്യുക. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ കർമ്മങ്ങളെ സ്വാധീനിക്കാതിരിക്കട്ടെ. പഴയ കാലത്ത് ഭരണാധികാരികൾ ക്ഷേത്രങ്ങൾക്ക് ധാരാളം ഭൂസ്വത്തുകൾ പതിച്ചു നൽകിയിരുന്നു. വലിയ തറവാടുകൾ ഭാഗം വയ്ക്കുമ്പോഴും കാരണവന്മാർ ക്ഷേത്ര ചടങ്ങുകളിലെ നടത്തിപ്പിനായി നല്ലൊരു പങ്ക് മാറ്റിവെച്ചിരുന്നു. എന്നാൽ കാലക്രമത്തിൽ ഇവയെല്ലാം കയ്യേറപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. പല ക്ഷേത്രങ്ങളിലും നിത്യപൂജയ്ക്ക് വകയില്ലാത്ത വിധം ക്ഷയിച്ചുപോയി. എന്നാൽ ആധുനിക കാലത്ത് കരക്കാർ ചേർന്ന് ക്ഷേത്രങ്ങളിൽ വീണ്ടെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോടിന് സമീപം സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ മഹാദേവ ക്ഷേത്രമാണ് പുളിമാത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഏതാണ്ട് 700 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണിതെന്ന് കണക്കാക്കപ്പെടുന്നു. ആദ്യകാലത്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ നടുവിലത്തു മഠത്തിന്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രവും വസ്തുവകകളും എന്നാണ് ചരിത്രം. എന്നാൽ പിന്നീട് ക്ഷേത്ര ചുമതല നാട്ടുകാർക്ക് കൈമാറുകയായിരുന്നു. കുറേ കാലം ക്ഷേത്ര നടത്തിപ്പ് ശരിയല്ലാത്തതിനാൽ ക്ഷയോന്മുഖമായി കിടന്ന ക്ഷേത്രം നാട്ടുകാർ ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പുനരുദ്ധരിക്കുകയായിരുന്നു. ഗംഗതലോടും തിങ്കളജടയും തിങ്കൾ കലരൻ പ്രഭയും ഗംഗതലോടും തിങ്കളജടയും തിങ്കൾ കലരൻ പ്രഭയും. ഒരു പ്രദേശത്തെ ജനതയുടെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ഇന്നത്തെ നിലയിൽ ഒരു പ്രൗഢഗംഭീരമായ ക്ഷേത്രമായി ഇത് നവീകരിക്കപ്പെട്ടത്. നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി ചുറ്റുപാടുമുള്ള വസ്തുവകകൾ കൂടി വാങ്ങിച്ചേർത്ത് ക്ഷേത്രപരിധി വർദ്ധിപ്പിച്ചു. വളരെ പ്രശസ്തമായ വളരെ കാലപ്പഴക്കമുള്ള ഒരു അമ്പലമാണിത്. ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ ഈ അമ്പലത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 780ഓളം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നടുവില മഠം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് പറയുന്ന നടുവില മഠത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന അമ്പലമായിരുന്നു ഇത്. അവർക്ക് നോക്കി നടത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ കഴിഞ്ഞ 50 വർഷത്തിന് മുമ്പായിട്ട് ഇത് നാട്ടുകാരുടെ ട്രസ്റ്റിന് കൈമാറുകയാണ് ചെയ്തത്. നാഗവിഭൂഷകൾ അണിയും നെയ്യും നറുഭസ്മത്തിൻ നിറവും പട്ടുശ്രീകോവിൽ, നാലമ്പലം, നമസ്കാര മണ്ഡപം, ക്ഷേത്രക്കുളം, ഉപദേവതാലയങ്ങൾ എന്നിങ്ങനെ ഒരു ക്ഷേത്രത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇന്നിവിടെ ഉണ്ട്. ഊട്ടുപുര, ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നിവയും ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. പ്രശാന്ത സുന്ദരമായ പ്രകൃതി പശ്ചാത്തലത്തിൽ നിലകൊള്ളുന്ന ഈ ആരാധനാലയം കേവലം ആരാധന മാത്രമല്ല വാഗ്ദാനം ചെയ്യുന്നത്. ആത്മീയമായ വിശുദ്ധിക്കപ്പുറം സാമൂഹികമായ ഉന്നമനം കൂടി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയായി മാറുന്നു പുളിമാത്തൂർ മഹാദേവ ക്ഷേത്രം. കലാകായിക പരിശീലനത്തിലൂടെ പുതുതലമുറയുടെ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കുകയും
അവരെ നേരായ മാർഗത്തിൽ നയിക്കുകയും ചെയ്യുന്നതിന് ഈ ക്ഷേത്രം നൽകുന്ന സംഭാവന ചില്ലറയല്ല. കലാകായിക രംഗങ്ങളിൽ കുട്ടികളെ പരിപോഷിപ്പിക്കുന്നതിന് ഒരു കലാകായിക വേദി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ കഴിഞ്ഞ 20 വർഷത്തോളമായി ഒട്ടനവധി കുട്ടികളെ, ഏകദേശം 500-ൽ പരം കുട്ടികളെ ചെണ്ടമേളം, പഞ്ചാരിമേളം, വിവിധ തരത്തിലുള്ള കായിക കലാ മത്സരങ്ങൾ എന്നിവ കുട്ടികളെ പരിപോഷിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്തു വരുന്നു. സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിനുള്ള പരീക്ഷകൾക്കായി പരിശീലന ക്ലാസുകളും ക്ഷേത്രം വകയായി നടത്തപ്പെടുന്നു. PSC കോച്ചിങ് ക്ലാസ് നടന്നു വരുന്നു. ഏകദേശം 120ഓളം കുട്ടികൾക്ക് PSCയിൽ കോച്ചിങ് നടത്തി ജോലി സമ്പാദിക്കുന്നതിനും ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കാൻ വരുന്നത് ഇന്നത്തെ തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളതാണ്. ശതകോടി മാനസങ്ങൾ ഹിമശൈല ശൃംഗമാക്കി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉപദേവതകളിൽ പ്രധാനം ഗണപതിയും ദേവിയുമാണ്. നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് മുതലായ ഉപദേവതാ സ്ഥാനങ്ങളും ഇവിടെ കാണാം. ഏതാണ്ട് പ്രധാന ക്ഷേത്രത്തോടൊപ്പം പ്രാധാന്യത്തിലാണ് ദേവീക്ഷേത്രവും കണക്കാക്കപ്പെടുന്നത്. അകത്ത് ഗണപതി ക്ഷേത്രം, പുറത്ത് ദേവീക്ഷേത്രമുണ്ട്. ദേവീക്ഷേത്രത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റമ്പലവും കൂടാതെ നാഗക്ഷേത്രം ഇവിടെ ഇരുന്ന അതാണ്. അതിനെ നമ്മൾ പുതുക്കിപ്പണിഞ്ഞ ആ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ദേവിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവന് കഴിഞ്ഞാൽ ദേവിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നുണ്ട്. ജടാജൂഢമായി നിത്യം നിറഞ്ഞു നിൽപ്പൂ. പ്രസന്നഭാവത്തിലുള്ള മഹാദേവ സങ്കല്പമാണ് മുഖ്യ ശ്രീകോവിലിൽ. ധാരയാണ് പ്രധാന വഴിപാട്. ഹൈന്ദവ ആരാധനയുമായി ബന്ധപ്പെട്ട വിശേഷ ദിനങ്ങളെല്ലാം ആഘോഷിക്കപ്പെടുന്നുവെങ്കിലും കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയുമാണ് ഏറെ വിശേഷം. ശിവരാത്രിയോടനുബന്ധമായി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ജലധാര എന്ന് പറയുന്ന ഒരു പൂജയുണ്ട്. എല്ലാ അഭീഷ്ട സിദ്ധിക്കായിട്ട് അതെല്ലാ ദിവസങ്ങളിലും ഭഗവാന് നടത്തി വരുന്നു. കരിക്ക്, പനിനീര് ഇങ്ങനെ തുടങ്ങുന്ന ദ്രവ്യങ്ങൾ കൊണ്ടുള്ള പൂജ എല്ലാ ദിവസങ്ങളും നടന്നു വരുന്നു. അതുപോലെ ഈ സുമംഗലികളാകാനുള്ള കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു പൂജ പ്രധാനമായിട്ടും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അത് ചെയ്യുന്നവർക്കെല്ലാം വളരെ ഫലസിദ്ധി ഉണ്ടാകുന്നുണ്ട്. മംഗല്യ പൂജ എന്നാണ് ആ പൂജയുടെ പേര്. കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് പോലെ അന്നദാനം ഇവിടെയും നടത്തപ്പെടുന്നുവെങ്കിലും ഇവിടുത്തെ അന്നദാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സമീപ പ്രദേശങ്ങളിലെ അനാഥാലയങ്ങളിൽ ഭക്ഷണം എത്തിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോ ദിനവും അന്നദാനം തുടങ്ങുക. ഏറ്റവും അർഹരായവർക്ക് അന്നം വിളമ്പുക എന്ന പുണ്യകർമ്മത്തിലൂടെ നടത്തുന്നത് സർവ്വവ്യാപിയായ ഈശ്വരന് നടത്തുന്ന നിവേദ്യം തന്നെയാണ്. നമ്മൾ അന്നദാനം ഇവിടെ ഭക്ഷിക്കാൻ ആൾക്കാർക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ സമീപ പ്രദേശങ്ങളിലുള്ള ഈ അനാഥ മന്ദിരങ്ങളിൽ അവർ എത്ര അന്തവയസ്സുകളുണ്ടോ അവർക്കുള്ള ആഹാരം എത്തിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളിവിടെ ഈ അന്നദാന സദ്യ വിളമ്പി തുടങ്ങാറുള്ളൂ. ആയുരാരോഗ്യ സൗഖ്യത്തിനും മംഗല്യസിദ്ധിക്കും വേണ്ടി ഇവിടെ ദർശനം നടത്തുന്നവർ ധാരാളമാണ്. ഇവിടെ തുടർച്ചയായി 12 മാസം മംഗല്യപൂജ നടത്തിയാൽ എത്ര കഠിനമായ വിവാഹ തടസ്സവും മാറുമെന്ന് അനുഭവസ്ഥർ പറയുന്നു. ശിവരാത്രി ദിനത്തിൽ ശിവഭജനത്തോടെ ഇവിടെ 108 തവണ പ്രദക്ഷിണം ചെയ്താൽ ആഗ്രഹസിദ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതിനായി ശിവരാത്രി ദിവസം ഇവിടെ എത്തിച്ചേരുന്നവർ നിരവധിയാണ്. അണിജടയിൽ അമ്പിളിക്കലയിൽ നിന്നുലകിൻ്റെ അഴൽ തീർക്കും പൂനിലാവിൻ പാലൊഴുകുന്നു. ചരിത്രത്തിന്റെ പഴയ ഏടുകൾ പരതിയാൽ ക്ഷേത്രങ്ങളുടെ സാമൂഹിക പ്രസക്തിയും സാംസ്കാരിക തലത്തിൽ അവ ചെലുത്തിയിരുന്ന സ്വാധീനവും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളുടെ ഘടനയും ഐതിഹ്യവുമെല്ലാം പഠന വിഷയമാകേണ്ടതുണ്ട്. അവയിൽ നിന്നും അവിശ്വസനീയതയുടെ അംശങ്ങൾ അരിച്ചുമാറ്റണമെന്ന് മാത്രം. മുക്തേശ്വര
വിഘ്നേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വൃഷഭേശ്വര വാഹനായ മാതംഗ ചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ക്ഷേത്രങ്ങളെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റി സാമൂഹ്യ നന്മയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന മഹനീയ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിന് ആത്മീയവും ഭൗതികവുമായ തലങ്ങളിലെ അവശ്യ ഘടകമായി മാറ്റുകയാണ്. ഇത്തരം ആരാധനാ കേന്ദ്രങ്ങളിലാണ് യഥാർത്ഥ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത്. ഈ മഹനീയ സന്നിധിയിൽ നമുക്ക് കൈകൂപ്പാം. ശംഭോ മഹാദേവ. വസിഷ്ഠേന കൃതം സ്തോത്രം സർവരോഗനിവാരണം സർവസമ്പത്കരം ശീഘ്രം പുത്രപൗത്രാദിവർദ്ധനം ത്രിസന്ധ്യം യപഠേന്നിത്യം സഹി സ്വർഗമവാപ്നുയാത്. തലയെടുപ്പോടെ നിൽക്കുന്ന ആനയ്ക്ക് എന്തു ഭംഗിയാണ്. എന്നാൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. ഉയർന്ന പാറക്കെട്ടുകൾക്ക്, വെള്ളച്ചാട്ടത്തിന്, അലയടിക്കുന്ന കടലിന് എല്ലാം സൗന്ദര്യമുണ്ട്. അതുപോലെ തന്നെ ഇവയെല്ലാം അപകടകരവുമാണ്. മനം മയക്കാൻ കഴിവുള്ള എന്തിനു പിന്നിലും നമ്മെ തകർത്തെറിയാൻ കഴിവുള്ള നശീകരണ ശക്തിയുണ്ട്. സൗന്ദര്യത്തെ സമീപിക്കുമ്പോൾ കരുതലുണ്ടാകണം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.